നിലവിലെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരുകയോ അമേരിക്കയെ സഹായിക്കുകയോ ചെയ്യില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹം കൃത്യതയോടുകൂടി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. കെയർ സ്റ്റാർമർ അത് പറയുന്ന സമയത്ത് തന്നെ വൈകാരികമായിട്ടാണ് പറയുന്നത് എന്ന ഒരു തലക്കെട്ടോട് കൂടിയാണ് ചില പത്രങ്ങൾ അതിനെ റിപ്പോർട്ടായിട്ട് കൊടുത്തത്. കാര്യം, ഗൾഫ് യുദ്ധകാലത്ത് തങ്ങൾക്ക് കേട്ട പൈ ഇനി കേൾക്കാൻ പാടില്ല. അതായത് ആ യുദ്ധത്തിൽ നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ച രാജ്യമാണ് ബ്രിട്ടൻ. അമേരിക്കയുടെ നിഴലായിട്ടാണ് പ്രവർത്തിച്ചത്. ആ രാജ്യത്ത് സ്ഫോടക വസ്തു ഉണ്ട് എന്നുള്ളതായിരുന്നു പരാതി. ആണവായുധമോ അതല്ലെങ്കിൽ രാസായുധമോ അതല്ലെങ്കിൽ സാമൂഹ്യ തിന്മക്കെതിരെ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും അസംസ്കൃത വസ്തുക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. UN സഭയിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സംസാരിച്ചതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് പിൽക്കാലത്ത് അമേരിക്ക തന്നെ പറഞ്ഞത്. അങ്ങനെ രാജ്യം പിടിച്ചടക്കി ആകെ പരിശോധിച്ചിട്ടും അത്തരം ഒരു നിരോധിതമായിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളോ രാസായുധമോ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടതോ അത്തരം ഒരു കാര്യവും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ ഒടുവിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ സോറി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് ബ്രിട്ടൻ ചെയ്തത്. പക്ഷേ ലോകത്തിനത് മറന്നുപോയിട്ടില്ല. ഇല്ലാത്ത കാര്യം തെറ്റായിട്ട് ലോകത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല അതിന് പ്രചോദനം നൽകി എന്ന് പിൽക്കാലത്ത് ഇതുവരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലോകരാജ്യങ്ങൾ ബ്രിട്ടനെതിരെ. അത്തരമൊരു സംഭവങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ വഹിച്ച പങ്ക് വളരെ കൃത്യമായ രീതിയിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓരോ കാര്യം വിശദീകരിക്കുന്നുണ്ട്. 1939 സെപ്റ്റംബറിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നിവരടങ്ങുന്ന സഖ്യകക്ഷികളിൽ പ്രധാന ശക്തിയായിരുന്നു. യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ പ്രധാന സംഭാവനകൾ അദ്ദേഹം വിശദീകരിക്കുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ബ്രിട്ടൻ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ 1940 കാലഘട്ടത്തിൽ നടന്നതാണത്. വടക്കേ ആഫ്രിക്കയിലെ യുദ്ധം 1940-43 കാലഘട്ടത്തിൽ, ഇറ്റാലിയൻ യുദ്ധം 43-45 കാലഘട്ടത്തിൽ, D-Day 1944, നോർമണ്ടി ലാൻഡിംഗ് യുദ്ധം, ജർമ്മനിക്കെതിരായ വിജയത്തിൽ 1945 പങ്കാളികളായി. യുദ്ധാനന്തരം ബ്രിട്ടൻ ഒരു പ്രധാന ലോക രാഷ്ട്രമായി തുടരുകയും യുണൈറ്റഡ് നേഷൻസ് സ്ഥാപക അംഗമാവുകയും ചെയ്തു. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിഴലായിട്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് എല്ലാ കാര്യത്തിലും ശരി തെറ്റ് നോക്കാതെ ഉണ്ടായിരുന്നു. അത് ഉണ്ടാവാനുള്ള രണ്ട് കാര്യമുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ബ്രിട്ടൻ വലിയ സൈനിക ശക്തിയും ബലവുമാണ്. ഇന്ത്യ അടക്കമുള്ള 100-ലധികം രാജ്യങ്ങൾ സ്വതന്ത്രമായത് ബ്രിട്ടൻ്റെ കയ്യിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ള ഒരു രാജ്യം രണ്ടാം ലോക യുദ്ധത്തോടു കൂടി അവിടെ സൈനിക ബലവും ശക്തിയുള്ള രാജ്യമായി ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക മാറി. അത് ആണവായുധ പരീക്ഷണം നടത്തിയതോടുകൂടി അതിൻ്റെ മേലൊരു പരീക്ഷണം നടത്താൻ ലോകത്തിൻ്റെ കയ്യിൽ അന്ന് ആണവായുധം ഇല്ലായിരുന്നു. അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ പോലും ഇല്ല. ഇന്ന് സോവിയറ്റ് യൂണിയനാണ് ആണവായുധത്തിൽ ഏറ്റവും വലിയ രാജ്യം. രണ്ടാം സ്ഥാനത്ത് മാത്രമേ ഇവരുള്ളൂ, അമേരിക്കയുള്ളൂ. പിന്നീടാണ് ചൈന, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും ആണവായുധം ഉണ്ടായിരുന്ന ആ രാജ്യം അത് ജപ്പാനിൽ പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു. വിജയിച്ചതോടുകൂടി ജപ്പാൻ പരാജയപ്പെട്ടതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായി ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക മാറി. അമേരിക്കയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ബ്രിട്ടൻ ഏറെക്കുറെ ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത അംഗീകാരമില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറുമെന്ന് അവർ ഭയപ്പെട്ടതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാ കാര്യത്തിലും അതിനുശേഷം 1945 ഏതൊക്കെ വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ നിഴലായി നിന്നുകൊണ്ടാണ് പ്രവർത്തികളൊക്കെ ചെയ്തത്. പക്ഷേ ഇവിടെ 2003 യുദ്ധത്തിൽ, ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് അവർക്ക് മണ്ടത്തരം പറ്റി. അവർ ലോകത്തെ പറ്റിച്ചു, അവിശ്വസനീയമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. ലോകം അത് വിശ്വസിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ സദ്ദാം ഹുസൈൻ പരാജയപ്പെട്ടതോടുകൂടി പിന്നീട് അത് വലിയ രീതിയിൽ ബ്രിട്ടനെതിരെ ലോകം തിരിയുന്ന സ്ഥിതിയിലേക്ക് വന്നു. അത്തരമൊരു സാഹചര്യങ്ങളും അത്തരം ഒരു അവസ്ഥകളും ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ ഇറാനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ തങ്ങൾ ഉണ്ടാവില്ല. തങ്ങൾ കക്ഷി ചേരില്ല, പക്ഷം ചേരില്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിനോട് തങ്ങൾക്ക് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ രീതിയിൽ മറുപടി പോലും പറയാൻ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയിൽ തങ്ങൾ ആർക്കെതിരാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന ചോദ്യം പോലും ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങളൊന്നുമല്ല. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യം, അമേരിക്ക ഏകദേശം 30-ലധികം രാജ്യങ്ങളോട് അമേരിക്കയ്ക്ക് പിന്തുണ
തേടിയിട്ടും സഹായം തേടിയിട്ടും സന്ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ടെലിഫോൺ മുഖാന്തരം അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ എംബസി കോൺസുലേറ്റ് മുഖാന്തരം ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫലം ഉണ്ടായിട്ടില്ല. ആരും ഇതിനോട് സഹകരിച്ചില്ല. ഇറാനെതിരെ യുദ്ധത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പലതരത്തിലും പല രീതിയിലും അറേബ്യൻ രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചിട്ടും അവർക്കെതിരെ യുദ്ധത്തിൽ തയ്യാറാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അമേരിക്കയോടൊപ്പം ചേരില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. തങ്ങളുടെ ഭൂമിയിൽ നിന്ന് അമേരിക്കയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥയും തങ്ങൾ ഉണ്ടാക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്ന മിസൈലുകളെ പ്രതിരോധിക്കുന്ന ഒരു പ്രവൃത്തി എന്നല്ലാതെ ഇറാനെതിരെ തങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇതുവരെ ഒരു രാജ്യം പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇറാൻ മറുപടി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങൾ വീണ്ടും ആ മേഖലയെ ആക്രമിക്കാൻ കാരണം അവരുടെ സൈനിക ബേസ്, അതായത് ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഇതാണ് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് സൈനിക ബേസുള്ള രാജ്യം. ഈ രാജ്യത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്തുന്ന വിവരം അറബ് രാജ്യങ്ങൾ അറിയാതെ പോകുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അവരൊന്നും അറിയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രം പോലെയാണ്, അവരുടെ പ്രദേശം പോലെയാണ് ആ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളത്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ വിമാനത്തെക്കുറിച്ചോ ഒരു വിവരം ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്കില്ല. പക്ഷെ തങ്ങൾക്കതറിയാം, തങ്ങളത് അനുഭവിക്കുന്നുണ്ട് എന്നതിനാൽ അവിടെ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുക, തൂത്തെറിയപ്പെടുക എന്നൊക്കെ പ്രയോഗങ്ങളാണ് നടത്തുന്നത്. ആ രീതിയിലേക്കാണ് തങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സുരക്ഷിതമില്ലാത്തൊരവസ്ഥ വന്ന് ലോകത്തിൽ ഇതിനു മുമ്പ് ജോർജ് ബുഷ് ഉണ്ടായിരുന്ന സമയത്ത് സൗദി അറേബ്യയുടെ കാലത്തൊക്കെ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് രാജ്യം ഭരിക്കുന്ന ആ കാലത്തൊക്കെ അൽ ഖ്വയ്ദ എന്ന് പറഞ്ഞ ഭീകരവാദികളുടെ ഭയങ്കര ശല്യമുള്ള കാലമാണ്. ഫഹദ് രാജാവിൻ്റെ കാലം കഴിഞ്ഞ ശേഷം പിന്നെ അബ്ദുള്ള രാജാവ് ഭരണത്തിലേറിയ സമയത്തും ഇത് തന്നെ അൽ ഖ്വയ്ദ ഭയങ്കര ശല്യമായി നിൽക്കുന്ന സമയത്ത് അവർ അമേരിക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തും. ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, ഈ ഒരു അമേരിക്കൻ പൗരൻ വെടിവെപ്പിലോ അല്ലെങ്കിൽ കാർ സ്ഫോടനത്തിലോ കൊല്ലപ്പെട്ടു. ഞാൻ അവിടെ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ അന്നത്തെ ഭരണാധികാരി ഈ ജോർജ് ബുഷാണ്. ജോർജ് ബുഷ് സന്ദർശിക്കാൻ വേണ്ടി വന്നു. ജോർജ് ബുഷ് സന്ദർശിക്കാൻ വന്ന സമയത്ത് വല്ലാത്ത വൈകാരികപരമായിട്ടാണ് അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം, സൗദിയിൽ വെച്ചോ സൗദിയിൽ നിന്ന് പോയിട്ട് ന്യൂയോർക്കിൽ വെച്ചോ എന്നറിയില്ല, അവിടെ ഒരു പരാമർശമുണ്ട്: ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പൗരന്മാർ അമേരിക്കൻ പൗരന്മാരാണ്. ഞങ്ങൾക്ക് ശേഷം മാത്രമേ ലോകത്ത് മറ്റുള്ള പൗരന്മാർക്കുള്ളൂ. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തൊഴിൽ മേഖലയിലൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവും. ഒരു തൊഴിലാളി മരണപ്പെടുകയാണെങ്കിൽ ഇൻഷുറൻസ് എന്ത് ചെയ്യും? ആ തൊഴിലാളിയുടെ ഫാമിലിക്ക് പണം കൊടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യക്കാരന്, അതായത് ഒരു ജർമ്മനിക്കാരനും ഒരു അമേരിക്കക്കാരനും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ രണ്ട് വ്യക്തികൾക്കും രണ്ട് തരത്തിലാണ് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവുക. അമേരിക്കക്കാരന് സംഖ്യ കൂടുതൽ കിട്ടുക. കൂടുതൽ കിട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്താ? അവരാണ് ലോകത്ത് 1-ാം നമ്പർ വില കൂടിയ പൗരന്മാർ എന്നുള്ള പ്രയോഗമാണ് നടത്തിയത്. ആ വില കൂടിയ പൗരന്മാർക്ക് അതിൻ്റേതായിരിക്കുന്ന സുരക്ഷിതത്വം നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ വില കൂടിയ പൗരന്മാർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാതെ അവർ പതുക്കെ രാജ്യം വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. എംബസിയും കോൺസുലേറ്റും അടഞ്ഞു കിടക്കുന്നു. അവിടെ നിന്ന് ഒരാളില്ല. ഭൂപ്രദേശം പോലെ ഈ മേഖല മാറിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അല്ലാതെ അമേരിക്കയുടെ എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ലൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യൂല. കാരണം ജീവനോടെ തിരിച്ചു വരില്ല. കാരണം ആക്രമിക്കാനാണ് പോകുന്നത് എങ്കിൽ അത്രക്ക് സുരക്ഷാ സംവിധാനങ്ങളും അത്രക്ക് പരിശോധനയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടേക്ക് എത്താൻ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ പൗരനാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത വിധം വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ലോകം തന്നെ മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെ അവസ്ഥകൾ മാറിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ബ്രിട്ടൻ ഈ പറഞ്ഞ കാര്യം ബ്രിട്ടൻ മാത്രമല്ല പറഞ്ഞത്, ജർമ്മനി മാത്രം ഏറെക്കുറെ അമേരിക്കയോട് ചേർന്ന് പറഞ്ഞിട്ട് ഫ്രാൻസ് പോലും ഇതിനെതിരാണ് പറഞ്ഞത്. ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ട് നിങ്ങളിപ്പോൾ ലെബനാൻ ആക്രമിക്കുന്നത് ഭയാനകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം ഈ ഇസ്രായേലിന് ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അവർ പിന്മാറണം എന്ന് പറഞ്ഞത് ഫ്രാൻസാണ്. നിങ്ങൾക്ക് അവിടെ കയ്യേറ്റം ചെയ്യാനോ അധികാരം സ്ഥാപിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ എങ്ങനെയാണ് ടാങ്കറുമായിട്ട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ കയ്യേറ്റം നടത്തുക എന്ന് ഫ്രാൻസ് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പരാജയവും ഒരു നാണക്കേടോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. ലോകം തങ്ങളെ ഒറ്റപ്പെടുത്താൻ പാടില്ല. ലോക രാഷ്ട്ര ഭരണാധികാരികളോ പൗരന്മാരോ ഞങ്ങൾക്കെതിരെ തിരിയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളൊരിക്കലും ഈ ഇറാനെതിരെ ഒരു നിലപാട് സ്വീകരിക്കില്ല. ഞങ്ങളൊരിക്കലും അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.